അപ്പച്ചി. വേണ്ടതിരിക്കും. ഞാൻ വരാം. പക്ഷെ ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റ് എന്റെ തലയിൽ കെട്ടിവെക്കാന്ന് ആരും കരുതണ്ട. അതൊക്കെ സ്റ്റേഷനിൽ പറയാം. അവിടെ ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദേവിയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിലെ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. ദാ. ഗോമതി, ഗോമതി, ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അയ്യോ മോളെ, എന്ത് പറ്റി? അമ്മ, അമ്മ, ദേവിയുടെ വീട്ടുകാരൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തമ്മ. അവളെ ഞങ്ങൾ ഇവിടെ ഉപദ്രവിച്ചെന്ന പരാതി. ഇവര് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ഈശ്വര സാറേ, ഇതൊന്നും സത്യമല്ല. ഗോമതി ദേവിയെ ഉപദ്രവിച്ചെന്നോ? നിങ്ങളാരാ? ഞാനിവളുടെ അമ്മയാ. ഇവിടെയാണോ താമസം? അല്ല, ദാ ആ കാണുന്നതാ എന്റെ വീട്, കൃഷ്ണമംഗലം. ഇവർക്കെതിരെ പരാതിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സത്യമല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് അന്വേഷണമാ? ദേവി ഇങ്ങനൊരു പരാതി കൊടുത്തു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളോ? കള്ളമാണോ സത്യമാണോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു തീരുമാനിക്കാം. അന്വേഷിച്ചോളൂ. ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്റെ മോള് ഒരു മനുഷ്യനെ പോലും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കില്ല. ഈ വീട്ടിലെ മരുമക്കളെ ഇവള് മരുമക്കളായിട്ടല്ല കണ്ടിട്ടുള്ളത്, സ്വന്തം മക്കളെ പോലെയാ നോക്കിയത്. ദാ ഈ മിത്രയോട് ചോദിക്കേ, ഇവള് ഈ വീട്ടിലെ മരുമോളല്ലേ? ഇവക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോന്ന് ചോദിക്കേ. മാഡം, അപ്പച്ചി ഞങ്ങളോട് ഒരിക്കൽ പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഡോ, തന്റെ കാര്യമല്ലല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. മിത്രയോട്, മീനുവിനോട്, അനുശ്രീയോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയാ ഗോമതി ദേവിയോടും പെരുമാറിയിട്ടുള്ളത്. ഒരു വേർതിരിവും അവള് കാണിച്ചിട്ടില്ല. ദേവിയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഗോമതി ദേവിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയില്ല, അത് സ്വാഭാവിക. അതുകൊണ്ടല്ല സാറേ, സത്യം ആയതുകൊണ്ടാ ഞാൻ പറയുന്നത്. സത്യം അന്വേഷിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തടസ്സം നിൽക്കരുത്.